ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ്. ഇതിൽ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെല്ലിക്കൻ്റെ ഒരു പിക്കിളിൻ്റെ റെസിപ്പിയും അതുപോലെ ഞാൻ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നുപോലെ പ്ലീസ്. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ്സാക്കാൻ മറക്കരുത് ട്ടാ. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് പോയിട്ട് വരികയുണ്ടായത്. അപ്പോൾ സാധാരണയായിട്ട് ഇന്ത്യൻ ഗ്രോസറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണ നേരം ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് പോവല് മോള് സ്കൂളിൽ പോണ നേരം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് വരിക കേട്ടോ. ചേല് ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് തിരിച്ചു വരും. അങ്ങനെയാട്ടോ സാധാരണയായിട്ട് ചെയ്യൽ. അവിടെ ലിറ്റിൽ ഇന്ത്യയിലെല്ലാം പോകുന്ന നേരം അവിടെ കുറേ അധികം ഈ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ അധികം ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം കയറിയിട്ട് കഴിച്ചിട്ടാണ് അവിടെ എല്ലാം കയറിയിട്ടല്ല, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിച്ചിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ വെജിറ്റബിൾസ് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത്, ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ വരുന്ന പച്ചമുളക് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കൽ. ഇവിടെ നിയർ ബൈ ഷോപ്പിലെല്ലാം കിട്ടും കേട്ടോ, പച്ചമുളകൊക്കെ കിട്ടലുണ്ട്. പക്ഷെ അത് ചിലപ്പോഴെല്ലാം തായ്ലൻഡിൽ നിന്നെല്ലാം വരുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതുമ്മ. പക്ഷെ അതെന്താണെന്നറിയോ, അത് ഭയങ്കര എരിവാണ്. അതിന് നമുക്ക് എരിവ് മാത്രമല്ല ഭയങ്കര ഒരു പുകച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യലുണ്ട് കേട്ടോ ആ ഒരു പച്ചമുളക്. അപ്പോൾ ഞാൻ ഇതിപ്പം ഇങ്ങനെ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഒരു 1.5 മാസമെല്ലാം കേടാവാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യലുണ്ട്. അതിൽ കൂടുതൽ എന്താ പറയുക ഇരിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. കാര്യം എനിക്ക് അപ്പോഴേക്ക് തീർന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് നല്ലോണം എടുക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ 2 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാട്ടാ, കുറച്ച് നേരം ഒന്ന് ക്ലീൻ ആവാനായിട്ട്. പിന്നെ ഇതുമ്പോൾ ഞാൻ കുറച്ച് വിനീഗറും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ളത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ കഴുകിയെടുക്കുക കേട്ടോ ചെയ്യൽ. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡ്രസ്സുകൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷീൻ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന്. അപ്പോൾ അത് ഡെലിവറി വന്നിട്ട് അവർ പുറത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാനെടുത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാട്ടാ. ഇതിലുള്ള ഡ്രസ്സുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേറെയും കുറച്ച് പണികളെല്ലാം ചെയ്തതിന് ശേഷം വന്നിട്ട് ആ പച്ചമുളകില്ലേ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് ഒന്ന് കഴുകി നന്നാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആവാനായിട്ടൊരു ഡ്രൈയിങ് മാറ്റിലേക്ക് ഇട്ട് കൊടുത്താട്ടോ. ഞാനൊരു ടിഷ്യൂ പേപ്പറും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത. കാര്യം ഇതിപ്പോൾ ഒത്തിരി നാളത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഇതുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അത് ആകെ പൊട്ടയിൽ പോവും, ഇങ്ങനെ ചീഞ്ഞൊക്കെ പോവും കേട്ടോ. അത് കാരണം നല്ലോണം വെള്ളം ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കാൻ ഇട്ടതാ. പിന്നെ നെല്ലിക്കയില്ലേ അതാട്ടാ, അത് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കണം ഒരു പിക്കിള്. പിന്നെ വേപ്പിലയും കറിവേപ്പിലയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങക്കോല്, ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുള്ള സാധനങ്ങളായതുകൊണ്ട് കൗണ്ടർ ടോപ്പുമ്മ വെച്ചതാ. ബാക്കിയുള്ള വെജിറ്റബിൾസ് അങ്ങനെ തന്നെ എടുത്ത് വെക്കുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഓൾറെഡി എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. എന്താ പറയുക, ഈ മുരിങ്ങക്കോലൊക്കെ ഇല്ലേ അത് ഞാൻ കുറച്ച് നാളത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, കുറച്ച് നാൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ചെടുത്തിട്ട് ഫ്രീസറിലേക്ക് ഫ്രീസ് ചെയ്യാനും വെക്കൂട്ടാ. അങ്ങനെ ഫ്രീസ് ചെയ്താൽ ഒത്തിരി നാൾ മുരിങ്ങക്കോല് കേടാവാണ്ടിരിക്കൂട്ടാ. ഈ മുരിങ്ങക്കോലില്ലേ ഇത് ഞാനൊന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇതിൻ്റെ തോലില്ലേ അത് ഞാനിങ്ങനെ പീൽ ചെയ്തെടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി നമ്മളിത് എടുക്കണ നേരം കഴുകേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. നന്നായിട്ട് ക്ലീനായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഉള്ളതുണ്ടല്ലോ, എൻ്റെ അടുത്ത് കിച്ചൺ ടൂർ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എടുത്ത ഭാഗമൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ എന്നാലും പാരലി ഞാൻ എടുത്തത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇഗ്നോർ ചെയ്യണതൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും കരുതരുത്. അപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാവില്ലേ ചോദിച്ചിട്ട്
എന്താ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇപ്പോൾ എൻ്റെ ഈ ചാനലിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ളതാണ്. കാര്യം ഞാൻ എങ്ങും പോയിട്ട് വീഡിയോസ് ഷെയർ ചെയ്തിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 1 വർഷമെല്ലാം കഴിഞ്ഞിട്ടും ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ഇത്രയൊക്കെ കുറവല്ലേ വ്യൂസും സബ്സ്ക്രൈബേഴ്സും. പക്ഷേ അത് ഞാൻ ഷെയർ ചെയ്യാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറുമില്ല. എൻ്റെ ഫാമിലിയിൽ തന്നെ, എൻ്റെ ഫാമിലിയിലായാലും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലായാലും അധികം ആർക്കും ഒന്നും എനിക്ക് ഇങ്ങനൊരു ചാനലുള്ള വിവരമൊന്നും അറിയുന്നില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഫാമിലി ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാവില്ലേ, വാട്സപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാവില്ലേ. ഞാൻ അതിലൊന്നും എൻ്റെ വീഡിയോസൊന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ചിലർക്കെല്ലാം അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പോഴും അറിയൊന്നുമില്ല കേട്ടോ. കാര്യം എനിക്കങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ ഒരു ചാനലിൽ നിന്നൊക്കെ പറയുമ്പോൾ അവർ ഡെഫിനറ്റ്ലി അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പക്ഷേ ചിലപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവാതാണ് അത് ചെയ്യണമെങ്കിൽ, അതുകൊണ്ടാട്ടോ. അപ്പം ഉള്ളവരെല്ലാവരും പറയുന്ന ഒപ്പീനിയൻസ് എന്താ പറയുക, ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കിച്ചൺ ടൂർ കുറേ നാളായി ഡ്രാഗായി പോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ ചെയ്യാം, അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആ കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് വേണം കേട്ടോ. അതിന് എന്താ പറയുക, പൊക്കത്തിലുള്ളതൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനും കൂടിയിട്ട് വേണ്ടിയിട്ട് ആളുടെ ടൈമും കൂടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാവണതാട്ടോ. കുറച്ച് ഭാഗം എടുക്കാനൊക്കെ ഹെൽപ്പ് ആവശ്യമുള്ളൂ, പക്ഷെ എന്നാലും അത് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ, ഞാൻ ഉടനെ തന്നെ അത് എല്ലാം കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ വേപ്പിലമ്മ ഇല്ലേ, ഞാൻ എന്തെങ്കിലും തപ്പി നിൽക്കണമെന്ന് വെച്ചാൽ ഇത് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതായിരുന്നു. അതിൻ്റെ കവറുമ്മ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇല്ലേ, ഇതുമ്മ നിറച്ച് എന്തോ പുഴുക്കുത്തുള്ള പോലെ, പുറമേ ഉള്ള ഇലയൊക്കെ സാധാരണ കാണുന്നത് തന്നെയാണ്. പക്ഷെ ചില സമയത്ത് വാങ്ങിക്കുമ്പോൾ എല്ലാതും നല്ല ഫ്രഷ് കിട്ടും കേട്ടോ. പക്ഷേ ചിലതിലൊക്കെ എന്തോ ഈ പുഴു കുത്തിയിട്ടൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ കടിച്ചിട്ട് ഉള്ള മാതിരി. കുഴപ്പമൊന്നുമില്ല, ഞാൻ നാട്ടിലൊക്കെ മരത്തുമ്പോൾ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഇത് കാണലുണ്ട് ഞാൻ. പക്ഷേ എന്നാലും അത് കാണുമ്പോൾ ഒരുമാതിരി ആയത് കാരണം അങ്ങനെയുള്ള കുറച്ച് ഇലകളിൽ മാത്രം അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേപ്പിലയും കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടൊന്ന് കുതിർത്തി വെച്ചതാണ് നന്നാക്കി എടുക്കാനായിട്ട്. ഈ മുരിങ്ങക്കോല് 2 പാക്കറ്റിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ആ ഒരു ഗ്രീൻ കളർ കവറിലേക്ക് ഇട്ടത് ഫ്രീസറിൽ വെക്കാനുള്ളതല്ല, ഒരാഴ്ച കൊണ്ടെല്ലാം തീർക്കാനായിട്ട് അത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ആക്കി വെച്ചതാട്ടോ. പിന്നെ ഈ നീല കവറുമ്മ ഇടുന്നതില്ലേ, ഇത് കുറച്ചധികം ഇട്ട് വെക്കുന്നുണ്ട്. ഇത് ഫ്രീസ് ചെയ്യാനായിട്ടാണ്, കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 2 കവറിലേക്ക് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ AC ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ പോയിട്ട്, ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കട്ട് ചെയ്ത ആ ഒരു സമയം മാത്രമൊന്നുമല്ല കേട്ടോ, ഞാനിടയ്ക്ക് വേറെ പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നേരം എല്ലാം ഇത് പച്ചമുളക് അവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ അത് കാരണം തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് വൈപ്പ് ചെയ്തും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു കേട്ടോ സമയം. ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ക്ലോക്കിൽ കാണില്ലേ, അതാട്ടാ സമയം. പിന്നെ ഇതാ ഇങ്ങനെ ഒരു 2 പ്ലാസ്റ്റിക്കിൻ്റെ 2 ബോക്സുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്.
ഇനിയിപ്പോൾ രാത്രിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരക്കയില്ലേ അതും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പേരക്ക എന്താ പറയുക, ഈ തായ്വാനിൽ നിന്ന് എന്തോ വരുന്ന പേരക്ക തോന്നുന്നു. നല്ല വലിപ്പമുണ്ടാവും ഇത് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡില്ലേ അത് ഭയങ്കര, നമുക്കിങ്ങനെ പല്ലുമൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പല്ലൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ള സീഡ്സ് ആട്ടോ അതിനുള്ളിലുള്ളത്. നമ്മൾ നാടൻ പേരക്കയിലെല്ലാം അത്ര ഹാർഡൊന്നും അല്ലല്ലോ, സാധാരണ കടിക്കാനൊക്കെ പറ്റുമല്ലോ. പക്ഷെ ഇതങ്ങനെ അല്ല കേട്ടോ. ഇതിൻ്റെ ആ സീഡ് കളയാണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ വലിപ്പമുള്ള പേരയ്ക്ക പലതും ഉണ്ട്, തായ്ലൻഡിൽ നിന്ന് വരുന്നതും അങ്ങനെ പലതും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് തായ്വാനിൽ നിന്ന് വരുന്ന ഒരു തരം പേരയ്ക്കാണിത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സീഡ് കളഞ്ഞിട്ട് ആ ഒരു ഫ്ലഷില്ലേ അത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും കേട്ടോ. അത് മറ്റതിനെക്കാട്ടിലും എനിക്കങ്ങനെ ക്രിസ്പി, ഇവിടെ എനിക്കും ഹസ്ബൻഡിനും അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്, ക്രഞ്ചി ആയിട്ടുള്ളത്. പക്ഷേ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പേരക്ക ഉണ്ടല്ലോ, അപ്പോൾ അത് ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ക്രഞ്ചി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കട്ട് ചെയ്ത് സീഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഫ്ലഷ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ മറ്റേതിനെക്കാട്ടിലും. ആ സീഡ് ഒഴിവാക്കിയാൽ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്താ, ഒരിക്കൽ എവിടെയോ പോയ നേരം അവിടെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവർക്കും അറിയുന്നത് തന്നെയാണ് ഇങ്ങനെ പേരയ്ക്കമ്മ ഇങ്ങനെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കൽ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്ത് വെച്ചതാണ്. ഇതിനിപ്പോൾ ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ തണുപ്പിച്ച് കഴിക്കില്ലേ, ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് ചില ദിവസമെല്ലാം ഇങ്ങനെ ഇത് വാങ്ങിക്കുന്ന ദിവസം ഇങ്ങനെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ നേരത്തെ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1-2 വട്ടം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബെഡ്റൂമിലേക്ക് വന്നത്. അപ്പോഴേക്ക് എൻ്റെ മോളും ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, അതല്ലാതെ അവിടെ വലിച്ചു വാരി കുറേയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു സൈഡിലേക്ക് ഇനിയിപ്പോൾ ഇത് ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ, ഞാനിപ്പോൾ നേരത്തെ ഷീന്ന് വന്ന സാധനങ്ങൾ കാണിച്ചില്ലേ, അത് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെയാട്ടാ കുറച്ച് ഡ്രസ്സുകൾ എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഷീനിന്ന് ഞാനിങ്ങനെ ഇടയ്ക്കെല്ലാം ഓർഡർ ചെയ്യലുണ്ട് കേട്ടോ. ചില ഡ്രസ്സുകളൊക്കെ കാണുന്ന നേരം ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ജൂണൊക്കെ ആകുന്നേരം ഇവിടെ വെക്കേഷനായിട്ടാണ് മോൾക്ക്. അപ്പോൾ വെക്കേഷനെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്താ, ഇപ്പം ഈ ഒരു ബ്ലൂ ഡ്രസ്സില്ലേ ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്കും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഈ ഒരു ഡ്രസ്സില്ലേ ഇതിൻ്റെ ഒരു ഫുൾ സ്ലീവ് എനിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഹാഫ് സ്ലീവ് ഇത്. അപ്പോൾ അത് കണ്ടേരം വെറുതെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എന്താ പറയുക, ഓർഡർ പ്ലേസ് ചെയ്തേരം അറിയാണ്ട് അതും കൂടിയിട്ട് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു മെറ്റീരിയലും ഈ ഒരു ഡ്രസ്സും ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം കേട്ടോ അതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് വെച്ചു. റിട്ടേൺ എന്തായാലും ചെയ്യണില്ല. പിന്നെ ഇപ്പം ഇതാ ഈ 2 എണ്ണം കേട്ടോ. ഇതൊരെണ്ണം ഒരു ഓറഞ്ചും എന്താ പറയുക ഒരു മെറൂണും എല്ലാം കൂടി ചേരുന്ന ഒരു കളറും, പിന്നെ ഇതിൻ്റെ തന്നെ ഈ ഒരു ഗ്രീന് വരുന്ന ഒരു കളറും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് എൻ്റെ അടുത്തുണ്ട്. ഞാൻ കൂടുതലും ഈ ഷീന്നൊക്കെ വാങ്ങിക്കാനും എൻ്റെ അടുത്ത് ഉള്ളത് എനിക്ക് വേണമെന്ന് വീണ്ടും തോന്നുകയാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് എല്ലാം അങ്ങനെ എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷീനിപ്പോൾ ഭയങ്കര പോപ്പുലർ അല്ലേ, മിക്ക കൺട്രീസിലും ഷീൻ അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടുള്ള. ഇന്ത്യയിൽ ഇല്ല തോന്നുന്നു എന്നല്ല, ഇന്ത്യയിൽ മുമ്പ് എന്തോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇല്ല തോന്നുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര പോപ്പുലറാട്ടോ. അപ്പോൾ ചില സമയത്തെല്ലാം എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ നല്ല കളക്ഷൻ വരുമ്പോൾ ഞാനും അവിടുന്ന് വാങ്ങിക്കലുണ്ട്.
പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഹെയർ ബാൻഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ക്രഞ്ചീസും അതുപോലെ തന്നെ ഹെയർ ബാൻഡുകളും ഒന്നും എത്ര വാങ്ങിച്ചാലും ഇവിടെ മതിയാവില്ല കേട്ടോ. ഇവിടെ സ്കൂളിലൊക്കെ പോകുന്ന നേരം യൂസ് ചെയ്യണ കാരണം അതുകൊണ്ട് തന്നെ ഷീനിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കിട്ടുക അതൊക്കെ, ഈ ഹെയർ ബാൻഡൊക്കെ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ അത്യാവശ്യം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ഒരു നെല്ലിക്കയില്ലേ, അത് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പം ഞാനിത് വീട്ടിലെല്ലാം ഉണ്ടാക്കണ പോലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ ഒരു റെസിപ്പി ആട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് എന്താ പറയുക ഇഗ്നോർ ചെയ്തേക്ക്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് സ്ലൈസ് ചെയ്തും കൂടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെല്ലിക്ക സ്റ്റീം ചെയ്തിട്ട് അപ്പോൾ അതിങ്ങനെ സ്റ്റീം ചെയ്ത് നല്ലോണം ഒന്ന് വേവുമല്ലോ. ആ വെന്ത് വരുന്ന നേരം നമുക്ക് പിന്നെ അതിങ്ങനെ അടർത്തിയെടുക്കാനായിട്ട് ഈസി അല്ലേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ അതിൻ്റെ കുരു ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരു അതുമ്മ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കി ഈ മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം കൂടിയിട്ട് കടുക് പൊട്ടിക്കണേരം അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് നെല്ലിക്കയിലേക്ക് ഇനിയിപ്പോൾ ഞാൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും എരിവിന് ആവശ്യമായിട്ട് ഞാനിങ്ങനെ മുളക് പൊടി എണ്ണയിൽ വഴറ്റിയിട്ട് അങ്ങനെയൊന്നും ചേർക്കണില്ല, ഡയറക്റ്റ് നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവും അല്ലേ ഇങ്ങനെ അച്ചാറുണ്ടാക്കൽ. ചിലരെല്ലാം കാണലുണ്ട് മുളക് പൊടിയൊക്കെ എന്താ പറയുക ഓയിലിൽ വഴറ്റിയിട്ട് അങ്ങനെ ചേർക്കണതും ഉണ്ട് കേട്ടോ. അങ്ങനെയും അച്ചാർ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാറിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ട. ഇത് തന്നെ ഞാൻ മാങ്ങയിലും ചെയ്യലുണ്ട്, ഇതേ റെസിപ്പി തന്നെ. പക്ഷെ നാരങ്ങമൊന്നും ചെയ്യലൊന്നുമില്ല, നെല്ലിക്കയിലും മാങ്ങയിലും എല്ലാം ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാനായിട്ട്. ഈ ഒരു നെല്ലിക്കയിലേക്ക് ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവൻ്റെ പൊടിയും, ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയില്ലേ അതും, പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതെല്ലാം കൂടിയിട്ടൊന്ന് ഈ മുളക് പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് പിന്നെ ഉലുവപ്പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇന്ത്യൻ ഷോപ്പിലെല്ലാം പോയി വന്നേരം നല്ലെണ്ണ വാങ്ങിച്ചതുകൊണ്ട് ഇത്തവണ അച്ചാറുണ്ടാക്കിയപ്പോൾ കയ്യിൽ നല്ലെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ മറ്റേ സൺഫ്ലവർ ഓയിലെല്ലാം ഞാൻ അച്ചാറുണ്ടാക്കലുണ്ട്. അപ്പോൾ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളകും വേപ്പിലയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, നല്ലെണ്ണ ചേർത്തതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് വെളുത്തുള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ സൺഫ്ലവർ ഓയിലെല്ലാം ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കണതിന് സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുന്നതും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാറിന് കുറച്ചുകൂടെ സ്വാദ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇത് ഫ്രൈ ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഇത് ചൂടുള്ള ഈ ഒരു എണ്ണയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല ചൂടുള്ള എണ്ണയിൽ ഈ ഒരു അച്ചാർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അതിന് ചുറ്റും ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യൽ ഇനി ഇത് ഒന്നും കൂടിയിട്ടൊന്നും വേവിച്ചെടുക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരു അച്ചാർ പാനിലേക്ക് കൊട്ടിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കൊന്നുമില്ല. ഇത് ഓൾറെഡി നെല്ലിക്കയൊക്കെ വെന്തത് തന്നെയാണല്ലോ. പിന്നെ ആ ഒരു മുളക് പൊടിയെല്ലാം എന്തെങ്കിലും ഒരു പച്ചമണം ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോൾ നമ്മൾ ആ എണ്ണയെല്ലാം ചൂടാക്കി ഒഴിച്ചില്ലേ ആ നേരം പോകട്ടാ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്തേക്കിട്ടാ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആട്ടാ. ഇതൊരു 2 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്തിരുന്നോളും. രാത്രിയിലേക്കുള്ള മീൻകറി ആട്ടാ ഗ്യാസ് മേലിൽ വെച്ചിട്ടുള്ളത്. രാത്രി ഇന്ന് പുട്ടും മീൻകറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീൻകറി റെഡിയാക്കി ഗ്യാസ് മേലേക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു നേരം കൊണ്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കേൻ്റെ അച്ചാറില്ലേ അതിൻ്റെ ആ എണ്ണേൻ്റെ ചൂടെല്ലാം മാറിയിട്ട് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ആക്കിയേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇതിപ്പോൾ 2 മാസമെല്ലാം ഫ്രിഡ്ജ് മേലേക്കൊന്നും വെക്കാണ്ട് തന്നെ ഇരിക്കൂട്ടാ. ഇവിടെ ഇത് 2 മാസമൊന്നും ഇരിക്കുന്നില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ അച്ചാറെല്ലാം വെറുതെ കഴിക്കൂട്ടാ. എന്താ പറയുക, അച്ചാറെന്ന് പറയുമ്പോൾ മാങ്ങയും നെല്ലിക്കയും മാത്രമേ കഴിക്കലുള്ളൂ. ആൾക്ക് അത് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. നാരങ്ങയൊന്നും കഴിക്കലൊന്നുമില്ല, നാരങ്ങേൻ്റെ അച്ചാറൊന്നും തൊടുന്നില്ല. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഈ നെല്ലിക്കേൻ്റെ അച്ചാറൊക്കെ ആകുമ്പോൾ അതിങ്ങനെ കുപ്പിമ ഇരിക്കണ കാണുമ്പോൾ അത് വെറുതെ ഇങ്ങനെ കോരി കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിവിടെ വേഗം തീർന്നു പോവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഞാൻ ഈ ഷെയർ ചെയ്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്കും കൂടി ഇപ്പം തന്നെ ഒന്ന് ചെയ്യട്ടെ. പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു. ബൈ.